ടെൻത്ത് റൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th പ്രിലിംസിന് ഉപകാരപ്പെടുന്ന രീതിയിലും LGSന് ഉപകാരപ്പെടുന്ന രീതിയിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷനാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. 10th പ്രിലിംസിനായാലും LGSനായാലും മുൻവർഷ ചോദ്യ പേപ്പറുകൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസ് അനുസരിച്ചുള്ള ഓരോ ടോപ്പിക്കും പഠിക്കുക. കൂടാതെ തന്നെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ 2024ലെയും 2023ലെയും 2022ലെയൊക്കെ മുൻവർഷ ചോദ്യ പേപ്പറുകൾ പഠിക്കുക. അതിൽ 2023ലെയും 2024ലെയും മുൻവർഷ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. എല്ലാ ചോദ്യ പേപ്പറുകളൊന്നും പഠിക്കേണ്ട, സിലബസിനോട് സിമിലാരിറ്റീസ് വരുന്ന ചോദ്യ പേപ്പറുകളാണ് പഠിക്കേണ്ടത്. ഏകദേശം LGSനും 10th പ്രിലിംസിനും ഏകദേശം ഒക്കെ കോമൺ സിലബസാണ് വരുന്നത്. അപ്പോൾ LGSനും 10th പ്രിലിംസിനുമായിട്ട് ഏകദേശം PSC കോമൺ ആയിട്ട് 26ഓളം സിലബസിനോട് സിമിലാരിറ്റീസ് ഉള്ള ചോദ്യ പേപ്പറാണ് 2024ലും അടുത്തിട്ടുള്ള 26ഓളം. 2023ലാണ് 25ഓളം പരീക്ഷകളാണ് PSC നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10th പ്രിലിംസിനായാലും LGSനായാലും കുറേ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 40നോടൊക്കെ അടുത്ത് അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തിരഞ്ഞെടുത്ത് 2024ലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതൊരു ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഹായ് അയച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്നതായിരിക്കും. വിത്ത് OMR ഷീറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ OMR ഷീറ്റ് വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ LGSനും 10th പ്രിലിംസിനും സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾ നോക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് 100% ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അത്രയും സിലബസ് നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് 10th പ്രിലിംസിൻ്റെ LGSന് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് LGSനകത്ത് 28 മോഡൽ എക്സാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന നമ്പറിലോ വാട്സപ്പിൽ ഹായ് അയച്ച ശേഷം 10th പ്രിലിംസ് ആണ് 10th പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വേണ്ടതെങ്കിൽ അങ്ങനെ, അല്ല LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എന്നോട് കമൻറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതായിരിക്കും കേട്ടോ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ 10th പ്രിലിംസിന് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2024 10th പ്രിലിംസിനോട് LGSനോട് സിമിലാരിറ്റീസ് ഉള്ള 26 പരീക്ഷകളും 2023 25 പരീക്ഷകളുമാണ് PSC നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം നമ്മൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ 2024ലെ ഏറ്റവും പ്രധാനപ്പെട്ട് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യ പേപ്പറുകളാണ് നിങ്ങൾക്ക് ഇവിടെ മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ചോദ്യ പേപ്പറുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരിക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്ക് 10th പ്രിലിംസിന് പഠിക്കാനായാലും LGSന് പഠിക്കാനായാലും അതുപോലെ തന്നെ മിഷൻ LPUP 2026 27 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോകാം. താങ്ക് യു. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്നത് 011/2024 ക്വസ്റ്റ്യൻ ബാങ്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ് കേട്ടോ. ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരി തന്നെയാണ്. അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? 2 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ് കേട്ടോ. BCD ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ ജില്ലാ കോൺഗ്രസ് പ്രഥമ സമ്മേളനം എന്നിവയാണ് ശരിയായിട്ടുള്ളത്. BCD എന്നിവയാണ് ഇതിൽ ശരി. അതായത് ഓപ്ഷൻ C ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് ശരിയായ ജോഡിയായിട്ട് വരുന്നത്? ഓപ്ഷൻ B ആണ് കേട്ടോ. 2, 3, 4 സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി C രാജഗോപാലാചാരി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഇത്രയുമാണ് ശരിയായിട്ട് വരുന്നത്. ആര്യസമാജം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ ആര്യസമാജം. അപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക 3 റൈറ്റ് ആൻസർ ഓപ്ഷൻ B ആണ് കേട്ടോ. 3 റൈറ്റ് ആൻസർ ഓപ്ഷൻ B ആയിട്ടാണ് വരിക. അടുത്തത് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 4 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C 1783 പാരീസ് ഉടമ്പടിയാണ്. 1783 പാരീസ് ഉടമ്പടിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്ന ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്ന ഏത് വൻകരയിൽ നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ B ഏഷ്യയാണ്. ഏതാണ്? ഏഷ്യയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക.
അടുത്ത ചോദ്യം, 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, 10 ഏതാണ്? 10 റൈറ്റ് ആൻസറായിട്ട് വരിക. ഗ്രന്ഥശാല കർത്താവായ PN പണിക്കരുടെ ജന്മസ്ഥലം. ഏതാണ് PN പണിക്കരുടെ ജന്മസ്ഥലം? ഓപ്ഷൻ ഡി, ആലപ്പുഴയാണ് കേട്ടോ. ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം. കേരളത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഹോക്കിയാണ് കേട്ടോ. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉദ്യോഗസ്ഥ സംവരണമാണ്. ഏതാണ്? ഉദ്യോഗസ്ഥ സംവരണമാണ്. ഈസ്റ്റിങ്ങിനെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 10 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. ഏതൊക്കെയാണ്? 1ഉം അതുപോലെ തന്നെ 3ഉം പ്രസ്താവനയാണ് ശരി. അടുത്തത്, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് തിരിച്ചറിയുക. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് ചിനൂക്ക്. ഏതാണ്? ചിനൂക്ക്. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടെത്തുക. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ? 12 ഓപ്ഷൻ സി, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് റൈറ്റ് ആൻസറായിട്ട് വരിക. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? 13 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, 6:30 AM. 6:30 AM ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത്, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടതി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണിതിൽ കൽപ്പന എന്ന് പറയുന്ന റിട്ട്? 14 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, മാണ്ടമസ് ആണ്. ഏതാണ്? മാണ്ടമസ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 15 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർഷിക വിളകൾ നാണ്യവിള അല്ലാത്ത, താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 16 ഓപ്ഷൻ സി, ചോളമാണ്. ഏതാണ്? ഓപ്ഷൻ സി, ചോളമാണ് റൈറ്റ് ആൻസർ. ഒരു സമ്പദ് വ്യവസ്ഥയിൽ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത്? എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്താണ്? എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്താണ്? അടുത്തത്, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത് ഏതാണ്? 18 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, ചിരിയാണ് കേട്ടോ. ഏതാണ്? ചിരിയാണ്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നതാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ എ, 2100 ആണ് കേട്ടോ. 2100 ആണ്. അടുത്ത ചോദ്യം, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ഡി, 3 പ്രസ്താവനയും ശരിയാണ്. സൗജന്യ നിയമസഹായ ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകുക. അപ്പോൾ 3 ഓപ്ഷനും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖപ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഏതാണ് ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? 21 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 3 മാത്രമാണ്. പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക്. 3 ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഏതാണിതിൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന? 22 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 23 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 2ഉമാണ്.
ഭരണഘടന നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. 1ഉം 2ഉമാണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ സി ആയിട്ട് വരിക. ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണിതിൽ ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്? 24 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാ പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയതും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഭരണഘടന നിർമ്മാണ സഭയുടെ ചർച്ചകൾ സുതാര്യമായിരുന്നു. 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അടുത്തത്, കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായത്. കാനഡ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 25 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1ഉം 2ഉമാണ്. ഏതാണ്? 1ഉം 2ഉമാണ്. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ചുവടെ ചേർക്കുന്നവയിൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 26 ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 2ഉമാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 27 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 28 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഏതാണ്? 1ഉം 3ഉം പ്രസ്താവന. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം, സിനിമാ താരങ്ങൾ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. 1ഉം 3ഉം പ്രസ്താവനയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 3 പ്രസ്താവനയും ശരി തന്നെയാണ്. സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്സോ ആണ്. ഐക്യരാഷ്ട്ര സംഘടന രാഷ്ട്ര സൈന്യത്തിന് പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാ എന്ന് ചോദിച്ചേക്കണേ. G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 30 റൈറ്റ് ആൻസർ ഏതാണ്? 30 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 2ഉം G20 18ാമത്തെ ഉച്ചകോടിയാണിത്. അതുപോലെ തന്നെ ന്യൂഡൽഹിയാണ് ഈ ഉച്ചകോടി നടന്നത്. അപ്പോൾ 1ഉം 2ഉം പ്രസ്താവനകൾ, അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമി എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ഏതാണ്? 31 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വൈറ്റമിൻ എ ആണ് കേട്ടോ. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമേത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 32 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി മലമ്പനിയാണ്. ഏതാണ്? ഓപ്ഷൻ ബി മലമ്പനിയാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തർസ്രാവി ഗ്രന്ഥി ഏതാണത്? 33 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പാൻക്രിയാസ് ആണ്. ഇന്ത്യയിലെ കാർഷിക ഉൽപ്പാദനം വർദ്ധിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? 34 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥനാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? 35 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഋതു കരുതാലാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പർവ്വത ആരോഹർക്ക് പർവ്വത ആരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്ന് രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ടാണത്? 36 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലിയുടെ മർദ്ദം കൂടുതലും ആയതിനാൽ. ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 37ാമത്തെ ചോദ്യം PNC ക്യാൻസലാക്കി കളഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. 38 താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്ന് ജലത്തിൻ്റെ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 38 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ക്ലോറോഫോം ആണ്. 39ാമത്തെ ചോദ്യം PSC ക്യാൻസലാക്കിയതാണ്. 40ാമത്തെ ചോദ്യം PSC ക്യാൻസലാക്കി കളഞ്ഞിട്ടുള്ളതാണ്. ഇനി 41 ഒരു ക്ലാസ്സിലെ
ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരിക്കുന്ന ദിവസം ആൺകുട്ടിയുടെ എണ്ണത്തിൻ്റെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 41 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 32 ആണ് കേട്ടോ. 32 ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. ഒരാൾ 12 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമായുള്ള അകലം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 42 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 10 ആണ് കേട്ടോ. ഇനി 43ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, 1 ആണ്. ഒരു മാസത്തെ 20-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം ഏത്? 44 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി വ്യാഴമാണ്. മണിക്കൂർ 108 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 20 സെക്കൻഡ് സമയമെടുത്താൽ തീവണ്ടിയുടെ നീളം എത്രയാണ്? 130. ക്ലോക്കിലെ സൂചികൾക്കിടയിൽ കോൺ 70 ഡിഗ്രി ആകുന്ന സമയം ഏത്? 46 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 5:40 ആണ് സമയം. 7 സംഖ്യയുടെ ശരാശരി 93 ആണ്. ഇതിലൊരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 90 ആയി. ഒഴിവാക്കിയ സംഖ്യ ഏതാണ് ഒഴിവാക്കിയ സംഖ്യ? 47 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, 111 ആണ്. ഇപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ട്. 6 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് അമ്മയുടെ വയസ്സെങ്കിൽ അമ്മയുടെയും മകൻ്റെയും വയസ്സുകളുടെ തുക എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. 48 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 51 ആണ് കേട്ടോ. ഇനി 49ാമത്തെ ചോദ്യം റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ഡി 2 ആണ്. ഇനി 50ാമത്തെ ചോദ്യം റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ഡി 4/5 ആണ് കേട്ടോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങൾ ഉണ്ടാക്കുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. അടുത്തത് 51ാമത്തെ ഒരു ചോദ്യമാണ് കേട്ടോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങൾ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? 51 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ക്ലാസ് സി ആണ് കേട്ടോ. അടുത്തത് ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസം ഏത്? ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 52 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ, ഉത്പതനമാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്നത്? ഓക്സിജനാണ്. ഓപ്ഷൻ ഡി ഓക്സിജനാണ്. LPG ലീക്ക് മണത്തിൽ തിരിച്ചറിയുന്നതിന് LPG ചേർക്കുന്ന രാസവസ്തു ഏതാണ് രാസവസ്തു? 54 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഈഥേൻ മെർക്യാപ്റ്റൻ ആണ് കേട്ടോ. ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 55 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ മോണോ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? എത്രയാണ്? ഓപ്ഷൻ സി 9 ആണ്. MCDSൻ്റെ പൂർണ്ണ രൂപം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 57 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത് കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യം മിന്നൽ മാത്രമായി കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? 58 ഓപ്ഷൻ സി ആണ് കേട്ടോ, ഫ്ലാഷ് പോയിൻ്റ് ആണ്. TEC ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് എൻ്റെ ഘടകങ്ങൾ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്തത് ജലത്തിൻ്റെ ബാഷ്പീകരണ ലീന താപം എത്ര kg/J ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. 60 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. പ്രഥമ ശുശ്രൂഷയിൽ ഡാർ എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? 61 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. താഴെ പറയുന്നവ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് ഏതാണ്? താഴെ പറയുന്ന പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് 62 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയല്ല: ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകളില്ലാതെ സംരക്ഷിക്കുക, അപകടത്തിൽ നിന്ന് വിമുക്തി നേടുന്നതിനെ സഹായിക്കുക. ഫസ്റ്റ് ഡിഗ്രി പോളിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണ്? ഫസ്റ്റ് ഡിഗ്രി പോളിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഏതാണ്? 63 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക എന്നതാണ്. ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്ന താഴെ പറഞ്ഞ ഏത് കാരണം കൊണ്ടാണ്?
ഏതാണ്? 64 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ശക്തമായ തണുപ്പ് മൂലം എന്നതാണ്. 65 സ്കാൾ എന്നാൽ എന്ത്? 65 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവ്. മാക്സിമം ഇൻഹേഷൻ ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിൽ പറയുന്ന പേര് ആണ്. 66 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. വൈറ്റൽ കപ്പാസിറ്റി എന്താണ്? അടുത്തത് ഹൈപ്പോക്സിയയ്ക്ക് കാരണം എന്താണ്? 67 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ചോദ്യം ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. PSC ക്യാൻസൽ ആക്കിയിട്ടുള്ള ചോദ്യമാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് സ്റ്റേപ്പീസ് ആണല്ലേ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പാമ്പുകടി ഏറ്റവും 69ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ആക്കിയിട്ടുള്ള ചോദ്യമാണ്. 69 ക്യാൻസലാണ്. 70ാമത്തെ ചോദ്യവും PSC ക്യാൻസൽ ആക്കിയിട്ടുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത്? 71 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. പ്രൈവറ്റ് സർവീസ് വാഹനമാണ്. ഡ്രൈവർ ഉൾപ്പെടെ 9-ലധികമോ യാത്രക്കാരെ കയറ്റാവുന്നു ഗ്രേഡ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹന കാറ്റഗറി ഡാഷ് വാഹനങ്ങളിൽ നിന്ന് നിർവഹിച്ചിരിക്കുന്നു. ഇതാണ് 72 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. M3 ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം? 73 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 365 ആണ്. ലേണേഴ്സ് ലൈസൻസുള്ള വ്യക്തി വാഹനം ഓടിച്ച് പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിന് മുൻവശത്ത് പിറകിൽ വശത്തും 74 റൈറ്റ് ആൻസർ. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം 75 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക എന്നതാണ്. ഒരു പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കാൻ അധികാരമുള്ള ആൾ ആരാണ്? അതും PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധി പരമാവധി ഡാഷ് ദിവസം മുമ്പേ അപേക്ഷിക്കാവുന്നതാണ്. 77 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 60 ആണ്. വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിലധികം നിർത്തുന്നതിൽ പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. 78 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 3 ആണ്. ഏതാണ്? 3 ആണ് റൈറ്റ് ആൻസർ. ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്ട് ത്രികോണ വാഹനത്തിൽ നിന്ന് ഡാഷ് മീറ്റർ മുമ്പിലും പുറകിലും വയ്ക്കണം. 79 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 20 ആണ്. മൾട്ടി ടോൺസ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് പ്രവർത്തിക്കുന്ന പോകുന്ന എമർജൻസി വാഹനത്തിന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം ഓപ്ഷൻ എ 50 മീറ്റർ ആണ്. പെഡസ്ട്രിയൽ ക്രോസിംഗിൽ നിന്ന് എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? 81 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 5 മീറ്റർ. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരിധി ദൂരം 82 ഓപ്ഷൻ എ ആണ് കേട്ടോ. 7 മീറ്റർ ആണ്. എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാ ക്രമം 83 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ് എന്നതാണ്. ഗുഡ്സ് വാഹനങ്ങൾ കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 84 ഓപ്ഷൻ ബി 80 km/മണിക്കൂറാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെ എല്ലാം എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക, യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോകുക, ഗുഡ്സ് വാഹനം അമിതഭാരം കയറ്റുക. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ ഏതെന്ന് ചോദിച്ചേക്കുന്നത് 86 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. കേരള നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ചത് 87 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം 1 ശരി 2 തെറ്റ് എന്നുള്ളതാണ്. ULW എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. എന്തതിൻ്റെ ഏത് ചുരുക്കെഴുത്താണ്? വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖ ഏതാണ്? 89 ഓപ്ഷൻ എ പെർമിറ്റ് ആണ്. ലൈസൻസ് എടുക്കാത്ത പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കേണ്ട നിയമ നടപടികൾ ഏതൊക്കെയാണ്? 90 ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ. വഴിയാത്രക്കാരനായി ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണ് കിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഒരു ആശുപത്രി എത്തിക്കുകയും ചെയ്തു. ആശുപത്രി പരിക്കുപറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാലു 91 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ.
4 മാത്രം. ഗുഡ്സ് സമന്റിയായ ഒരാളുടെ അവകാശം. 2 ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്കേറ്റയാളെ ആശുപത്രി എത്തിക്കുകയും ചെയ്തു. അവർ പോലീസിനോട് മേൽക്കാര്യത്തിൽ സാക്ഷിയാകാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ് എന്നുള്ളത് ആൻസറാണ് കേട്ടോ റൈറ്റ് ആൻസറായിട്ട് വരിക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. 0.13/2024 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആര് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിന് റൈറ്റ് ആൻസർ ആരാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത് ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ഷെയ്പ്പാണ് റൈറ്റ് ആൻസർ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി വത്സലയ്ക്കാണ്. ആർക്കാണ്? പി വത്സലയ്ക്ക്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ആരുടെയാണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത്? EMS നമ്പൂതിരിപ്പാടിൻ്റെയാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഏതാണ് സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറഞ്ഞതാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഏതാണ്? ഓഗസ്റ്റ് 23 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളുടെയും അനീതികളുടെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഏതാണ് ഇത് വൈകുണ്ഠസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ എ 3 മാത്രമാണ് അല്ലേ. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, അതാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. ബാക്കി ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണമെന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജ എന്ന സംഘടന സ്ഥാപിച്ചു, ഒക്കെ ചെയ്താരാണ്? വൈകുണ്ഠസ്വാമികളാണ്. പക്ഷേ മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികൾ അല്ല. അടുത്തത്: ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഗോദാവരിയാണ് ഉപദ്വീപ് നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം: പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാ? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക കേട്ടോ. 12B. 2ഉം 3ഉമാണ് കേട്ടോ. ഡെൽറ്റ രൂപീകരണം അടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. ഈ 2, 3ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ഇന്ത്യൻ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷം എന്നാണ്? ഇന്ത്യൻ റെയിൽവേ ഗതാഗതം ആരംഭിക്കുന്നത് 13 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1853 ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത് ജാറിയാണ്. ജാറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. 1959 ജർമ്മനി സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ജർമ്മനിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല എന്ന് പറയുന്നത് 15 ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റുക്കേലയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റുക്കേലയാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏതാണ്? ഉത്തർപ്രദേശാണ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഏത് ദേശീയ ജലപാതയിലാണ് ഉൾപ്പെടുന്നത്? 17 ഓപ്ഷൻ സി ദേശീയ ജലപാത 3 ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാനാണ്. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ആരാണ് യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ? മഹാത്മാഗാന്ധിയുടെയാണ് യങ് ഇന്ത്യ. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഏതാണ്? ഓപ്ഷൻ സി ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്തത്: ഇന്ത്യൻ ഭരണഘടനയെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടന ഏത് അനുച്ഛേദമാണ് വിദ്യാഭ്യാസം ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി 21A ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏത് ഭാഗത്താണ്? ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്?
ഭാഗം 4A ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് ജനഗണമന രചിച്ചത്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന രചിച്ചത്. ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? 24 ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനമാണ് റൈറ്റ് ആൻസർ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് ചോദിച്ചിട്ടുള്ളത്. 25 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി 3:2 ആണ്. ഏതാണ്? 3:2 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 26 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി 1993 ഒക്ടോബർ 12 ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത്? നോക്കിക്കേ, 27 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി 2005 ഒക്ടോബർ 12 ഇന്ത്യൻ ഭരണഘടനയെ ജീവിക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം? ഓപ്ഷൻ ഡി അനുച്ഛേദം 21 ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ഏത് ലിപിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ദേവനാഗിരിയാണ് റൈറ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ഏതാണ്? കടുവയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിൽ കുറിച്ച് കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ്. ദേശീയ കാഴ്ചപ്പാടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ് രാജ്യം? ഓപ്ഷൻ ബി ബ്രസീലാണ്. ഏതാണ്? ബ്രസീലാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? ആ സർവകലാശാല 35 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ വിശ്വഭാരതിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് വർഷമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? 1919 ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ദാദാഭായ് നവറോജിയുടെ സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം. സാറേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണത്? 38 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അല്ലമ മുഹമ്മദ് ഇഖ്ബാലാണ്. അടുത്തത് സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായി ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ തദ്ദേശീയ പദ്ധതി എന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ്? 39 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ബംഗ്രനങ്കലാണ് കേട്ടോ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്ത്? ഏതാണ്? റൗലറ്റ് നിയമം എന്നതാണ്. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിതാ കായിക താരം ആരാണ്? 42 റൈറ്റ് ആൻസർ. PT ഉഷയാണ് കേട്ടോ. 42 PT ഉഷയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ് കൊച്ചി മെട്രോ നിലവിൽ വന്നത്? ഓപ്ഷൻ എ 2017 കേരളത്തിൽ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിൽ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഏതാണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴയാണ് കേട്ടോ. പൊന്നാനി വഴിയാണ് ഭാരതപ്പുഴയാണ്. 2022 മികച്ച പിന്നണി ഗായിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? 46 ഓപ്ഷൻ ബി നഞ്ചിയമ്മയാണ്. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് ത്വരിതപ്പെടുത്തിയ പള്ളിവാസ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായി വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്.
1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എവിടെയാണ്? ശ്രീനാരായണ ഗുരു 1888 ശിവപ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം, ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? 55 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അരയ സമാജമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? 56 റൈറ്റ് ആൻസർ. ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? കെ കേളപ്പനാണ്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് നെടുങ്ങാടി ബാങ്കാണ്. 2024 ഒളിമ്പിക്സ് വേദിയാകുന്ന നഗരം ഏതാണ്? 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം എന്ന് പറയുന്നത് പാരീസാണ്. 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. അടുത്തത്, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്നതിൻ്റെ കർത്താവായിട്ട് വരുന്നത്. 61 ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 62 താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 62 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 4 മാത്രം പ്രസ്താവന എന്നുള്ളതാണ്. ഓപ്ഷൻ ബി 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത്. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരുന്ന ഏത് രീതിയിലൂടെയാണ്? 63 ഓപ്ഷൻ ബി സമ്പർക്കം മുഖേനയാണ്. അടുത്തത്, കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷണത്തിനു വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ആ പദ്ധതി 64 ഓപ്ഷൻ എ സ്നേഹസ്പർശമാണ് കേട്ടോ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യശരീരത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? 65 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മോണോസൈറ്റും ന്യൂട്രിഫിലുമാണ്. അടുത്ത ചോദ്യം, പയർ ചെടിയുടെ സങ്കരയിനം ഏതാണ്? പയർ ചെടിയുടെ സങ്കരയിനം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. 66 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഭാഗ്യലക്ഷ്മി എന്നതാണ് കേട്ടോ. വനവിഭവമല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ഈ വനവിഭവമല്ലാത്തത് ഏതാണ്? മണ്ണെണ്ണയാണ് വനവിഭവമല്ലാത്തതിൽ വരുന്നത്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഈ ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എല്ലാവർക്കും അറിയാമായിരിക്കില്ല. 7 ആണ് ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? സൗരയൂഥ മാതൃക എന്ന് പറയുന്നത് റൂദർഫോർഡിൻ്റെയാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ പെടുന്നത്? 18ാം ഗ്രൂപ്പിലാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജൻ്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓക്സിജൻ്റെ ഉപയോഗത്തിൽ പെടാത്തത് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ഭക്ഷ്യവസ്തുക്കൾക്ക് ചുമപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 75 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കാർമിയോസിൻ ആണ് കേട്ടോ. അടുത്തത്, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഏത്? ഭ്രമണ ചലനം എന്ന് പറയുന്നത് കേട്ടോ. 76 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് രാകേഷ് ശർമ്മയാണ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി അപവർത്തനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രക്ഷേപണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. 79 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ബാഷ്പീകരണമാണ്. ഏതാണ്? ബാഷ്പീകരണമാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. 80 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. തിരമാലയും കാറ്റുമാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 82 152
സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കുന്ന 153 സ്ക്വയർ ടൂവിൻ്റെ വിലയോട് എത്ര കൂട്ടണം? എത്രയാണ്? 82 ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 83 ക്യാൻസലാക്കിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് 83. 84 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 85 ആൻസർ വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ. 85 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 86 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 87 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 88 ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. 89 ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. 90 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 91 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 92 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 93 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 94 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 70 ആണ്. 95 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 96 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 97 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 98 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 99 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 100 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ 019/2024 അടുത്ത് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഏതാണ് സമ്മേളനം? ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമായിട്ട് വരുന്നത്? നിസ്സഹരണ സമരമാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരുടെയാണ്? ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സുഭാഷ് ചന്ദ്ര ബോസിൻ്റെയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യൻ വിഭജനത്തെ എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്തു. വ്യക്തി ആരാണെന്ന് ചോദിച്ചേക്കുന്നത്? ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് കേട്ടോ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് റൈറ്റ് ആൻസർ. അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമരകാലത്തിലെ മിതവാദി നേതാക്കൾ ഉൾപ്പെടാത്തത്? ആരാണ് ഇതിനകത്ത് മിതവാദി നേതാക്കൾ ഉൾപ്പെടാത്തത്? ബാലഗംഗാധര തിലകാണ്. അടുത്ത ചോദ്യം, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഹൈക്കോടതിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഏത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? 10 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, മൗലിക അവകാശങ്ങൾ. കൈസർ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? കൈസർ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ് തിരികെ നൽകാൻ ഇടയാക്കിയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണ ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ് സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേരെന്ത്? എന്താണ് ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്? അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ എന്ന് പറയുന്നത്. അടുത്തത്, അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരവുമായിട്ടാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത്? പുന്നപ്പറ വയലാർ സമരമാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജിനേന്ദ്ര ദേശായി എന്ന് പറയുന്ന വ്യക്തി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്?
തൃശ്ശൂരാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? VP മേനോനാണ് അല്ലേ, VP മേനോനാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയാണ്. സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ മലയാളിയായ അംഗമാര്? ആരാണ് അംഗം? KM പണിക്കരാണ്. KM പണിക്കരാണ്. റുക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം? റുക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? 21 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ജർമ്മനിയാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യം? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വാ ദൗത്യമാണ് ഏത്? മംഗളയാൻ. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം? 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ഏതാണ്? ബ്രസീലാണ് കേട്ടോ. ബ്രസീലാണ് റൈറ്റ് ആൻസർ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? പ്രഗ്യാൻ എന്ന പേരിലാണ്. ഏതാണ്? പ്രഗ്യാൻ എന്ന പേരിലാണ്. അടുത്തത്, ഹിമാലയം പറന്നവരെ സംബന്ധിച്ച പ്രസ്താവനയെ ശരിയായത് കണ്ടെത്തുക. ഇതിലേതാണ് ഈ പ്രസ്താവന ശരിയായിട്ട് വരുന്നത്? 25 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 3ഉം പ്രസ്താവനയാണ് ശരി. ഹിമാലയം പർവ്വതനിരകളുടെ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഹിമാലയ നദികളിൽ ഉൾപ്പെടുന്നവയാണ്. ഇത്രയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 26 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാ പ്രസ്താവനയും ശരിയാണ്. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനും ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. 3 പ്രസ്താവനകളും എന്തു തന്നെയാണ്? ശരി തന്നെയാണ്. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേത് പ്രസ്താവനയാണ് തെറ്റ്? 27 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2 മാത്രമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോമറാണ്ടൻ തീരസമതലം. 2 മാത്രമാണ് തെറ്റായത് പ്രസ്താവനയായിട്ട് വരുന്നത്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ദേശീയ പ്രതീകങ്ങളെ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 28 റൈറ്റ് ആൻസർ ഏതാണ്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ശരിയാണ്. 3ാമത്തെ, ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണ്. പ്രസ്താവന തെറ്റാണ്. 1ഉം 2ഉം പ്രസ്താവനയാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത്, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങളെ സംബന്ധിച്ച പ്രസ്താവനയെ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് ശരിയായിട്ട് വരുന്നത്? 29 ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അയോധ്യ നഗരം സരയൂ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധി നഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദീതീരത്താണ്. ശരിയാണ്. അപ്പോൾ 3 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത്. 30 അല്ലേ. കേരള തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. കേരളത്തിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. പ്രസ്താവന തെറ്റാണ്. കേരളത്തിൽ താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. പ്രസ്താവന ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവന ശരിയാണ്. 2ാമത്തെ പ്രസ്താവന തെറ്റായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിൽ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അത് ഏതൊക്കെയാണ് പ്രസ്താവന ശരി? കിഴക്കോട്ടൂർ നദിയാണ് കബനി ജലവൈദ്യുതപത്തി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രസ്താവന തെറ്റാണ്. ഏറ്റവും നീള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ശരിയാണ്. അപ്പോൾ ഇവിടെ 1ഉം 3ഉം പ്രസ്താവന ശരിയാണ്. 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റായുള്ളൂ. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? 32 റൈറ്റ് ആൻസർ. കേരളത്തിൽ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രസ്താവന ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. പ്രസ്താവന തെറ്റാണ്. സമുദ്രനിരപ്പ് ഉയർത്തി ചെയ്യുന്ന പൂക്കോട്ട് കായൽ വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രസ്താവന എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഇവിടെ 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറയുന്നത്. ഏതൊക്കെയാണ് ശരിയായത് വരുന്നത്? കൊല്ലത്ത് തമിഴ്നാടുമായി ബന്ധിപ്പിച്ച ചുരമാണ് താമരശ്ശേരി ചുരം. ശരിയാണ്. അല്ല, പ്രസ്താവന തെറ്റാണ് കേട്ടോ. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. ശരിയാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. ശരിയാണ്. 2ഉം 3ഉം പ്രസ്താവനയാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. 34 റൈറ്റ് ആൻസർ ഏതാണ്? ശരിയായത് ഏതൊക്കെയാണ്? അതിനകത്ത് നീണ്ടകര തിരുവനന്തപുരമാണ്. ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. ഈ ഒരു തെറ്റാണല്ലേ. നീണ്ടകര തിരുവനന്തപുരത്തല്ല. പിന്നെ അഴീക്കൽ കണ്ണൂരാണ്. ശരിയാണ്. പിന്നെ എന്താണ്? പൊന്നാനി മലപ്പുറത്താണ്. ശരിയാണ്. കായംകുളം എറണാകുളത്താണ്. തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഏതാണെന്ന് ശരിയായിട്ട് വരിക? ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 35 അല്ലേ. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദന പ്രധാന സ്രോതസ് ജലമാണ്. പ്രസ്താവന ശരിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ശരിയാണ്. പള്ളിവാസൽ എവിടെയാണ്? ഇടുക്കിയിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ശരിയാണ്. അതുകൊണ്ട് തന്നെ 3 പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ജില്ലകളും ശരിയായി യോജിച്ച് ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ്. ശരിയാണ്. ചിമ്മിനി പാലക്കാടാണ്. തെറ്റാണ്. ചെന്തുരുണി കൊല്ലമാണ്. ശരിയാണ്. ചൂലന്നൂർ തൃശ്ശൂരാണ്. തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. 1ഉം 3ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ്? 37. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാല കുരങ്ങുകൾ കാണപ്പെടുന്നു. ശരിയാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്ത് നിശബ്ദ താഴ്വര എന്ന പേരിൽ വന്നത്. ശരിയാണ്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രസ്താവന തെറ്റാണ്. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 1ഉം 2ഉം പ്രസ്താവനയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 3ആം പ്രസ്താവന തെറ്റാണ്. 3ആം പ്രസ്താവന തെറ്റായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. കായിക പേരത്തിൻ്റെ കേരളത്തിലെ പിതാവ് എന്നറിയപ്പെടുന്ന ഗോദരവർമ്മരാജയാണ്. ശരിയാണ്. ഒളിമ്പിക്സ് പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി.ടി. ഉഷ. ശരിയാണ്. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജാണ്. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരള തദ്ദേശ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. കേരള നിയമസഭയിൽ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കി. പ്രസ്താവന തെറ്റാണ്. കേരളത്തിലെ 940 ഗ്രാമപഞ്ചായത്തിൽ 152 ബ്ലോക്ക് പഞ്ചായത്ത് നിലവിലുണ്ട്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. ശരിയാണ്. അപ്പോൾ ഇവിടെ 1ാമത്തെ പ്രസ്താവന തെറ്റായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. കേരള സ്പീക്കർ MN ഷംസീറാണ്. ശരിയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ശരിയാണ്. അപ്പോൾ 2 മാത്രമാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ 41 PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 41 ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണേ. അടുത്തത് 42 കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. ശരിയാണ്. 2023 വയലാർ അവാർഡ് 2022 ഓടക്കുഴൽ അവാർഡ് അംബിക സുധൻ മങ്ങാടിനാണ്. ശരിയാണ്. അപ്പോൾ 2ാമത്തെ പ്രസ്താവന തെറ്റായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 2023 ഓഗസ്റ്റ് 20 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. പ്രസ്താവന ശരിയാണ്. ISRO ചെയർമാൻ മോഹൻകുമാറാണ്. ശരിയാണ്. ചന്ദ്രയാൻ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്. ശരിയാണ്. ചന്ദ്രയാൻ മൊത്തം ചെലവ് 615 കോടി രൂപയാണ്. തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വരിട്ടുണ്ട് കേട്ടോ. എന്താ മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. 2023 ഓഗസ്റ്റ് 20 ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. ശരിയാണ്. ISRO ചെയർമാൻ മോഹൻകുമാർ അല്ല, ഡോക്ടർ S സോമനാഥ് ആയിരുന്നു.
അപ്പോൾ മോഹൻകുമാർ പ്രസ്താവന തെറ്റാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണ്, ശരിയാണ്. ചന്ദ്രയാൻ 3 മൊത്തം ചിലവ് 615 കോടി രൂപയാണ്, അതും ശരിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 1, 3, 4 ശരി. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിന് തനതായ നൃത്ത കലാരൂപം ഏത്? കേരളത്തിന് തനതായ നൃത്ത കലാരൂപമാണ് ചോദിച്ചിട്ടുള്ളത്. മോഹിനിയാട്ടമാണ് കേരളത്തിന് തനതായിട്ടുള്ള നൃത്ത കലാരൂപം എന്ന് പറയുന്നത്. അമ്മ എന്ന നോവൽ എഴുതിയതാര്? അമ്മ എന്ന് പറയുന്ന നോവൽ എഴുതിയതാര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 45 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ മാക്സിം ഗോർക്കിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ദേശീയ തലത്തിൽ ഭരണ തലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ലോക്പാലാണ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജയ് വൈ ചന്ദ്രചൂഡാണ് കേട്ടോ. ഇപ്പോൾ ഖന്ന എന്ന് പറയുന്ന വ്യക്തി അധികാരത്തിൽ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ലേസർ ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരുടെയാണ് ലേസർ ഫെയർ പോളിസി എന്ന് പറയുന്നത്? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന് പറഞ്ഞതാണ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. മനുഷ്യൻ്റെ ബഹിരാകാശത്തിന് ISROയുടെ ഗഗനയാൻ പദ്ധതി നേതൃത്വം നൽകിയത് ആരാണ് ഗഗനയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്? ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ് ഗഗനയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ക്ലോഡിയ ഗോൾഡിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന അസ്ഥി ഏതാണ്? 54 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി വിജാഗിരി സന്ധിയാണ്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ട്രക്കിയാണ് കേട്ടോ. ജീവിയും ശാസ്ത്രനാമം ചോദിച്ചിട്ടുണ്ട്. ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം 3ഉമാണ് ശരി. പൂച്ചയും കാക്കയുമാണ് ഇവിടെ ശരിയായിട്ട് വരിക. ഇനി ജീവികളും ഹൃദയ അറകളും ചോദിച്ചിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായിട്ട് വരിക? 57 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ പാറ്റ 13, പല്ലി 4, പക്ഷി 1, മത്സ്യം 2. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പ്ലാസ്റ്റിക് മാലിന്യീകരണത്തെ തോൽപ്പിക്കുന്ന ഏതു വർഷം പരിസ്ഥിതിദിനത്തിൻ്റെ തീമാണ്? ഏതാണ്? 2023 തീമാണ് കേട്ടോ. സങ്കരയിനം തക്കാളി അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് സങ്കരയിനം തക്കാളി അല്ലാത്തത്? 59 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഹരിതയാണ്. ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏത്? ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ്? 4 ഡയപ്റ്റർ ആണ് കേട്ടോ. 62ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഒരു കുതിരശക്തി എത്ര വാട്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി 746 വാട്ടാണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? S സോമനാഥാണ് നിലവിലെ ISRO ചെയർമാൻ. ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? പ്രഖ്യാൻ എന്നതാണ് കേട്ടോ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേരെന്ത്? ഏതാണ്? അമൃതം ആരോഗ്യം എന്നതാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ ബന്ധപ്പെട്ട് ചുവട് വലിക്കുന്നുവെന്നും ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൻ്റെ അത് വായുവിലൂടെ പകരുന്നത്? 68 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 3 മാത്രമാണ് വായുവിലൂടെ പകരുന്നത്. ക്ഷയവും ചിക്കൻ ബോക്സ് മാത്രമാണ് വായുവിലൂടെ വരുന്നത്. ഡിഫ്തീരിയമായി എന്ന രോഗത്തുണ്ടാകുന്ന വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്. ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ് ഡിഫ്തീരിയ ഉണ്ടാകുന്നത്? 69 ഓപ്ഷൻ ബി വൈറ്റമിൻ എ ആണ് കേട്ടോ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് ഓപ്ഷൻ എ 2014 നവംബർ 9-നാണ്.
ഗ്ലൂക്കോമ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്നതാണ്? ഏതാണ്? 71 റൈറ്റ് ആൻസറായിട്ട് വരിക കണ്ണാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്. എന്നാണ് MS സ്വാമിനാഥൻ അന്തരിച്ചത്? 2023 സെപ്റ്റംബർ 28 MS സ്വാമിനാഥൻ അന്തരിച്ചത്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എലിപ്പനിയാണ് വൈറസ് രോഗമല്ലാത്തത്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവ ഏതാണ് ജീവിതശൈലി രോഗത്തിൽപ്പെടാത്തത്? മലേറിയയാണ് ജീവിതശൈലി രോഗത്തിൽപ്പെടാത്തത്. മാനസിക വിമുക്തരുടെയും പുനരധിവാസ സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഏതാണ്? 75 റൈറ്റ് ആൻസർ സ്നേഹക്കൂടാണ് കേട്ടോ. 75 റൈറ്റ് ആൻസറായിട്ട് വരിക സ്നേഹക്കൂടാണ്. കൊറോണ വൈറസ് വേഗഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം? ഏത് രാജ്യത്താണ് ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്? സൗത്ത് ആഫ്രിക്കയിലേക്കാണ് ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. ചുവടെ കൊടുത്തിരിക്കുന്നവ ഇന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഏതാണ് ഇതിനകത്ത് രോഗമല്ലാത്തത്? നെഫ്രൈറ്റിസ് ആണ് ശ്വാസകോശ രോഗമല്ലാത്തത്. ഭിന്നശേഷിക്കാരെ അമ്മമാർക്കും പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? 78 റൈറ്റ് ആൻസർ മാതൃജ്യോതിയാണ്. മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്ന് പറഞ്ഞ ഏതാണ്? ത്വക്കാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവ ഇന്ന് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 80 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 2ഉം 4ഉമാണ് ശരി. 2ഉം 4ഉമാണ് ശരിയായിട്ട് വരിക. 81 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണേ. 81 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 82 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 83 റൈറ്റ് ആൻസർ ആയിട്ട് വരിക 83 ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 83 ക്യാൻസൽ ആക്കിയേ. 84 ഓപ്ഷൻ എ ആണ്. 85ാമത്തെ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 86ാമത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. 87 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. 88 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. 89 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. 90 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 91 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 92 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 93 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 94 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. 95 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 96 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. 97 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 98 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. 99 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 100 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 20/2024 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. 1740 കുളച്ച് യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്കൻ പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളും മറ്റു കപ്പലും വ്യാപാരം തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. ശരിയാണോ? തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 1ഉം 2ഉം ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, താഴെ പറയുന്ന സംഭവങ്ങളെ കാലക്രമം പ്രകാരം ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് താഴെ പറയുന്ന സംഭവങ്ങളെ കാലക്രമേണ പ്രകാരം ക്രമീകരിക്കാം. ഇതിനകത്ത് ഫസ്റ്റ് നടന്ന സംഭവം ഏതാണ്? ഫസ്റ്റ് നടന്നത് ചാനാർ ലഹളയാണ്. ചാനാർ ലഹളയാണ് ഫസ്റ്റ് നടന്നിട്ടുള്ളത്. ആൻഡ് വൈക്കം സത്യാഗ്രഹം സെക്കൻഡ് പൊസിഷനിലാണ്. സോറി കേട്ടോ, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നടന്ന സംഭവം ഓക്കെ, ഇവിടെ ചാനാർ ലഹളയാണ് ഫസ്റ്റ് നടന്നിട്ടുള്ളത്. ചാനാർ ലഹള
രണ്ടാമത്തെ സ്ഥാനം. ചാനാർ ലഹളയാണ് ഫസ്റ്റ്. ദെൻ പിന്നീട് വന്നത് വൈക്കം സത്യാഗ്രഹമാണ്. പിന്നീട് വന്നിട്ടുള്ളത് ഏതായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. പിന്നീട് പാലിയം സത്യാഗ്രഹം. അപ്പോൾ 2, 1, 4, 3 എന്നുള്ള ക്രമത്തിലാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത്, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണത്? ഡൽഹൌസി പ്രഭുവാണ് കേട്ടോ. ഡൽഹൌസി പ്രഭുവാണ്. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരാണ് നേതാവ്? ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെയാണ് റൈറ്റ് ആൻസർ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിൽ നൽകപ്പെട്ട രഹസ്യനാമം എന്ത്? ഏതാണത്? ഓപ്പറേഷൻ ബാർബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു കേട്ടോ. അടുത്ത്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ഏതാണ്? കൊൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരമായി കണക്കാക്കപ്പെടുന്നത്. ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം ഡാഷാണ്. ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം എന്ന് പറയുന്നത് 0 കേട്ടോ. 0. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രൊണോയിഡ് ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ IRS-1A ആണ് കേട്ടോ. അടുത്തത്, തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏത്? ഇതിനകത്ത് ഏതിലാണ് വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദിയായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ഭാരതപ്പുഴയാണ് കേട്ടോ. ഭൂവൽക്കത്തിൽ ഫലകങ്ങൾ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഭൂമിയുടെ ഉൾഭാഗത്തുനിന്നുള്ള സംഭാവന പ്രവാഹമാണ്. സമുദ്ര ഊഷ്മാവ് സാധാരണ ഉയരുന്നതിന് കാരണം എന്ത്? കാരണം എന്താണ്? ഓപ്ഷൻ ബി എൽനിനോ ആണ് കേട്ടോ. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? സംസ്ഥാനത്ത് കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തമിഴ്നാടിലാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായി വില ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ആ പദ്ധതി? PM ആശാ യോജനയാണ് കേട്ടോ. ഓപ്ഷൻ ഡി PM ആശാ യോജനയാണ് റൈറ്റ് ആൻസർ. ഹരിത വിപ്ലവം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബസ് സ്റ്റോപ്പ് സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ഭക്ഷ്യസാധനം സംരക്ഷിക്കുവാൻ ഗവൺമെൻറ് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിൽ അന്തരം വർദ്ധിച്ചു. ഈ 3 പ്രസ്താവനയും ശരിയാണ്. അതുകൊണ്ട് തന്നെ 1, 2, 3 എന്നിവയെല്ലാം എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിലേതാണ് പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയായിട്ട് വരുന്നത്? 15 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 2ഉമാണ് ശരി. അതായത് 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്ക് മുതൽ മുടക്കിൻ്റെ വിഹിതത്തിൽ വർധനമുണ്ടായി. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്ക് കൂടുതൽ മുടക്കിൻ്റെ വിഹിതം കുറഞ്ഞു. തുടങ്ങിയ ഈ 2 പ്രസ്താവനയും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. അടുത്ത്, 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷൻ ഡിക്ടറി പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 16 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വയനാടാണ്. 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയപരിഷ്കരണങ്ങൾ ലക്ഷ്യം വച്ചത് ഏതാണ്? ഇറക്കുമതിയിലും കയറ്റുമതിയിലുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതികൾ ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. 3 പ്രസ്താവന എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ശരിയല്ലാത്തത്? ഉരുക്കു വ്യവസായത്തിന് വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. പ്രസ്താവന ശരിയാണ്. വൈദ്യുതീകരണം വർദ്ധിച്ചോടെ റെയിൽവേയുടെ കൽക്കരി ഉപയോഗം കുറഞ്ഞു. ശരിയാണ്. കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ്. തെറ്റാണ്. 3ാമത്തെ പ്രസ്താവനയാണ് ഇവിടെ തെറ്റത് കൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽപ്പെടാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ്. ഈ പ്രസ്താവന ശരിയാണോ? തെറ്റാണല്ലേ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്. പ്രസ്താവന ശരിയാണ്. ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. പ്രസ്താവന തെറ്റാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. പ്രസ്താവന എന്താണ്?
തെറ്റാണ്. അപ്പോൾ ശരിയല്ലാത്തത് 1, 3, 4 എന്നുള്ളതായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. ഇന്ത്യയുടെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ നിരപക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും അങ്ങനെ ആരംഭിക്കുന്ന ഭരണയുടെ ഏത് സവിശേഷതയാണ്? ഓപ്ഷൻ ഡി ആമുഖമാണ് കേട്ടോ. ആമുഖമാണ്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. 21 ചേരുംപടി ചേർക്കുമ്പോൾ എങ്ങനെ വരും നോക്കിക്കേ. 1 എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ബാലനിരോധന ഇതിനകത്തൊക്കെയാണ് വരിക. ഓപ്ഷൻ സി വകുപ്പ് 24 വരും അല്ലേ. പിന്നെയോ 2 സ്വത്തവകാശം ഏതിലേക്ക് വരും? 300A വരും അല്ലേ. 300A വരും. അടുത്തത് അവസര സമത്വം വകുപ്പ് 16 വരും. വിദ്യാഭ്യാസ മൗലിക അവകാശം വകുപ്പ് 24 വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്തത് താഴെ തന്നിരിക്കുന്നവ തെറ്റായ ജോഡി ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് തെറ്റായത് മൗലിക കടമകളാണ് കേട്ടോ. മൗലിക കടമകളാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽപ്പെടാത്തത് ഏത്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽപ്പെടാത്ത ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? കേന്ദ്രവും സംസ്ഥാനം തമ്മിലുള്ള തർക്കങ്ങൾ പെടുന്നതാണ്. സംസ്ഥാനം തമ്മിലുള്ള തർക്കം പെടുന്നതാണ്. അപ്പീൽ അധികാരം പെടാത്തതാണ്. ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്താണ്? അതും പെടാത്തതാണ്. ഇപ്പോൾ ഏതാണ് വരിക? 23 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. സിയും ഡിയുമാണ്. അടുത്തത് യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? യൂണിയൻ ലിസ്റ്റിൽ പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. 24 ഏതാണ് റൈറ്റ് ആൻസർ? മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണത്? 25 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 91 ഭേദഗതിയാണ് കേട്ടോ. 91 ഭേദഗതിയാണ്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. 26 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചേർത്ത് വയ്ക്കാമല്ലോ. PK തുങ്കൻ കമ്മിറ്റി 1989. പിന്നെന്താണ്? ബൽവാന്ത് റായ് കമ്മിറ്റി ഇതിനകത്തേക്ക് വരും 1957 വരും. പിന്നെ ഡി അശോക മേത്ത കമ്മിറ്റി എയിലേക്ക് വരും 1997. LM സ്വാങ്കിനി കമ്മിറ്റി അത് സിയിലേക്ക് വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. അടുത്തത് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരാത്ത സർക്കാർ സ്ഥാപനം ഏതാണ്? ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ റൈറ്റ് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണ്? എല്ലാം തെറ്റാണ് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. നാരി ശക്തി വന്ദൻ അധീനിയം ബിൽ ലോകസഭ പാസ്സാക്കിയതെന്ന് എന്നാണ്? ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 20 ആണ്. 2023 സെപ്റ്റംബർ 20. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളെ ശരിയായി ക്രമപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. 1ാം വായന, പിന്നെന്താണ് 2ാം വായന, പിന്നെയോ കമ്മിറ്റി ഘട്ടം, പിന്നെയോ റിപ്പോർട്ടിംഗ് ഘട്ടം, അവസാനം 3ാം വായന. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായ ജോഡിയായിട്ട് വരുന്നത്? ഹേബിയസ് കോർപ്പസ് എന്താണ്? ശരീരം ഹാജരാക്കുക. ശരിയാണോ? ശരിയാണ്. പ്രൊഹിബിഷൻ നിലനിർത്തുക. ശരിയാണോ? തെറ്റാണ്. മാണ്ടമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ശരിയാണ്. ക്വവാറൻറ്റോ എന്തധികാരം. അതും ശരിയാണ്. ACD ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. ഫോഡിയസ് എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്ത രോഗം ഏതാണ്? പെല്ലഗ്രയാണ് കേട്ടോ. ഓപ്ഷൻ ബി പെല്ലഗ്രയാണ് റൈറ്റ് ആൻസർ. AB രക്തഗ്രൂപ്പിലുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ എന്ത് പ്രത്യേകതയാണ്? പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഇല്ല എന്നാണ് കേട്ടോ. പ്ലാസ്മയുടെ ആൻറ്റിബോഡി എയും ബിയും ഇല്ല എന്നതാണ് റൈറ്റ് ആൻസർ. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന 34C പൊട്ടാസ്യമാണ്. ഏതാണ്? പൊട്ടാസ്യമാണ്. മനുഷ്യരിൽ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് ആ ഹോർമോൺ? 35 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മെലാട്ടോണിൻ ആണ് കേട്ടോ. മെലാട്ടോണിൻ
ആക്രമണങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് പദ്ധതി? ഓപ്ഷൻ 36 ഓപ്ഷൻ സി ആണ് കേട്ടോ, പരിരക്ഷയാണ്. പരിരക്ഷ. നമ്മൾ ഇതുവരെ, അതായത് 2024 ചോദിച്ചിട്ടുള്ള കേരള സർക്കാരിൻ്റെ മുഴുവൻ പദ്ധതികളും, ക്ഷേമ പദ്ധതികളും നമ്മൾ ഒറ്റ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുവാണെങ്കിൽ ക്ഷേമ പദ്ധതികളിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. റിലേറ്റഡ് ഫാക്ട് ഉൾപ്പെടെ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും. 1987 വായു മലിനീകരണം തടയാനും നിയന്ത്രണവും ഭേദഗതി നിയമത്തിന് ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ്? 37 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ, ശബ്ദമാണ്. ഏതാണ്? ശബ്ദമാണ്. ഒരു അത്ലറ്റ് ഒരു ജാലിക പരമാവധി നിശ്ചിത പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ എന്ത് സംഭവിക്കുന്നു? തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ് എന്നുള്ളത്. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. പിന്നെ വി എന്നത് ഭൂമിയുടെ പാലായന പ്രവേഗത്തെയും V0 എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗതയും പ്രതിനിധീകരിക്കുന്നു. എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ബന്ധം? 39 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. എ ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയായിരിക്കും? ഓപ്ഷൻ സി 12 സെൻറ്റിമീറ്റർ ആണ്. 12 സെൻറ്റിമീറ്റർ. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതാണ്? ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് 41 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. മുകളിൽ പറഞ്ഞവയെല്ലാം ദൗത്യ ലക്ഷ്യത്തിൽ പെടുന്നവയാണ്. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രൻ ഇറങ്ങി പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്തെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നു. 3 പ്രസ്താവന എന്ന് തന്നെയാണ്. ശരി തന്നെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ്? ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ശരിയാണോ? ശരിയാണ്. ഗ്ലാസ് ഒരു കഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. പ്രസ്താവന ശരിയാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറും. പ്രസ്താവന തെറ്റാണ്. പാലിൻ്റെ pH മൂല്യം 7ൽ കൂടുതലാണ്. തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ അവിടെ ഓപ്ഷൻ ബി ആയിക്കോട്ടെ ശരിയായിട്ട് വരിക. അടുത്തത്, അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് നിയമവുമായാണ് കേട്ടോ ബന്ധപ്പെട്ടിരിക്കുന്നത്. ചാൾസ് നിയമം. ഒരു പദാർത്ഥ തന്മാത്ര ഭാരം 108 ആണെങ്കിൽ പദാർത്ഥത്തിൻ്റെ 6.022 × 10⁻23 തന്മാത്ര പിണ്ഡം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. 44 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 108 ഗ്രാമാണ്. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ച ഏത് വർഷമാണ്? 2019 ആണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. IM വിജയനാണ് കേട്ടോ. ആ ദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ആരാണ്? സലിം കുമാറാണ്. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ആടുജീവിതത്തിലെ കഥാപാത്രമാണല്ലേ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ നിയമിതനായ ക്രിക്കറ്റർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ നിയമിതനായിട്ടുള്ള ക്രിക്കറ്റ് താരം ആരാണ്? MS ധോണിയാണ്. MS ധോണി. ഇനി 51ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാണ്. 51 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. 52 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 52 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. 53 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ്. 54 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 55 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ സി ആണ്. 56 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 57 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ്. 58 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 59 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 60 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ്. 61 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 62 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. 63 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. 64 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ.
65 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. 66 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. 67 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 68 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 69 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 70 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. ഇനി 71 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 72 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. 73 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 74 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 75 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 76 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. 77 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. 78 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. 79 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 80 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കോൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? 81 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ജലമാണ്. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചേക്കുന്നത്. 82 റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണേ. ഒരു യൂണിറ്റ് മാസമുള്ള വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു? ഏത് പേരിലാണ് സൂചിപ്പിക്കുന്നത്? 83 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ്, വിശിഷ്ട താപധാരിതയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? 84 ഓപ്ഷൻ എ ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യൻ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്ന ഏത് വിധമാണ്? ഓപ്ഷൻ സി വികിരണം വഴിയാണ്, വികിരണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ MCDSൻ്റെ പൂർണ്ണ രൂപം ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് എന്നതാണ് പൂർണ്ണ രൂപമായിട്ട് വരിക. പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറുമായി ബന്ധപ്പെട്ട് പാസ് എന്ന പൂർണ്ണ രൂപം ഏതാണ്? 87 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ ബി പതയാണ് കേട്ടോ, പത. ഗാർഹിക വാതക സിലിണ്ടറിൽ നിന്ന് LPG ലീക്കായാൽ ഗന്ധം കൊണ്ട് തിരിച്ചറിയാൻ LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ഓപ്ഷൻ എ ആണേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട CPRൻ്റെ ശരിയായ പൂർണ്ണ രൂപം ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ CPRൻ്റെ നൽകുന്നതിന് ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ എ ആണേ, ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുക എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 92 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റൊരു ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ഷോക്കിങ്ങിൻ്റെ ലക്ഷണമായി പ്രകടിപ്പിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യം 93 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ ആണേ. ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഉപകരണമാണ് AED. താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ ശരിയായ പൂർണ്ണ രൂപം എന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മം എന്താണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഈ പാമ്പുകടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? 97 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. മേൽ കാണിച്ചിരിക്കുന്നവയെല്ലാം പാമ്പുകടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങളാണ് കേട്ടോ. മുറിവിൽ നിന്ന് രക്തം ശക്തമായി പുറത്തേക്ക് തെറിക്കുകയും ആയതിൽ കടും ചുമപ്പ് നിറമാണെങ്കിൽ അത് ഏതാണ് സൂചിപ്പിക്കുന്നത്? 98 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്തത്, മനു തൻ്റെ കമ്പ്യൂട്ടർ
പൂർത്തീകരിച്ചു വെച്ച നിർണായകരമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിൻ്റെ അനുമതി ഇല്ലാതെ കണ്ടെത്തുവാൻ നശിപ്പിക്കുവാനോ വേണ്ടി മനുവിൻ്റെ സഹപ്രവർത്തക വിനു ശ്രമിക്കുന്നു. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് മറ്റൊരു സഹപ്രവർത്തകൻ വരുണാണ്. വിനു മനുവിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൻ്റെ വൈറസ് കലർത്ത് നശിപ്പിക്കുന്നു. ഇത് വിനുവിനും വരുണും ചെയ്ത കുറ്റം. ഇവിടെ 99 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണേ. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജം മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ സ്വകാര്യ വിവരങ്ങൾ ഫോൺ മുഖേനയോ ഇമെയിൽ മുഖേനയോ ചോർത്തിയെടുക്കുന്നു. ശേഷം മുതിർന്ന പൗരൻ്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം എന്താ എന്നാണ് ചോദിച്ചേക്കുന്നത്. 100 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 22/2024 ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞേക്കുന്നത്. 1898 കൊടുങ്ങല്ലൂർ ജനനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പങ്കാളിത്തം, പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകർഷണായി അൽ അമീൻ ദിനപത്രത്തിൻ്റെ സ്ഥാപകനും എഡിറ്ററും. ആരാണ് ആ വ്യക്തി? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴമെന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? ഓപ്ഷൻ ബി അവധാണ് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കണ്ടെത്തുക. ഏതൊക്കെയാണ് ഇതിനകത്ത് ബന്ധപ്പെട്ട തീരുമാനങ്ങളായിട്ട് വരുന്നത്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, പൂർണ്ണ സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം, നിസ്സഹരണ സമരം ആരംഭിക്കുന്നു, 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. ഇതിനകത്ത് ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് ഇതിനകത്ത് ബന്ധപ്പെടാത്ത തീരുമാനമായിട്ട് വരുന്നത്? 3 റൈറ്റ് ആൻസറായിട്ട് ഇതിനകത്ത് റൈറ്റ് ആൻസറായിട്ട് വരിക 3 മാത്രമാണ്. നിസ്സഹരണ സമരം ആരംഭിക്കുന്നു എന്ന് മാത്രമാണ് ഇതിനകത്ത് ബന്ധപ്പെടാത്തതായിട്ട് വരുന്നത്. ബാക്കി 3 പ്രസ്താവനയും ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ 3 മാത്രമാണ് ശരിയായിട്ട് വരിക. അടുത്തത് 1921 പറയുന്നവർ ഏത് സംഭവത്തെയാണ് ശതാബ്ദി വർഷമായിട്ടാണ് ആഘോഷിച്ചത്? ഏത് സംഭവം ശതാബ്ദി വർഷമാണ് ആഘോഷിക്കപ്പെട്ടത്? വാഗൻ ട്രാജഡി. ഇതാണ് വാഗൻ ട്രാജഡിയാണ് റൈറ്റ് ആൻസർ. അടുത്തത് താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഏതാണ് ശരിയായ ജോഡി? താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഇവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് ശരിയായ ജോഡിയായി വരിക? 5 റൈറ്റ് ആൻസർ ഏതാണ്? 5 ഏതൊക്കെയാണ് നോക്കിക്കേ. ഫസ്റ്റ് ശരിയാണ്, അതുപോലെ തന്നെ സെക്കൻഡും റൈറ്റാണ്, മൂന്നാമത്തത് ശരിയാണ്. സമ്പത്ത് കൗമുദി ശ്രീനാരായണ ഗുരു എന്നുള്ളതാണ് തെറ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കാലഘടന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് കാലഘടന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് വരുന്ന ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണല്ലേ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ആദ്യം വരിക. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം സെക്കൻഡ് വരും. ഫസ്റ്റ് ഫ്രഞ്ച് വിപ്ലവം ആൻഡ് ലാസ്റ്റ് വൺ റഷ്യൻ വിപ്ലവം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് വളരെ പ്രശസ്തമായ മൂഗ സിൽക്സ് എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് സംസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി ആസാമാണ് കേട്ടോ. ആസാമാണ് ഇവിടെ റൈറ്റ് ആൻസർ. അടുത്തത് GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? 4 ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദിയുടെ പോഷക നദിയാണേത്? മഹാനദിയുടെ പോഷക നദിയാണേത്? ടെൽ നദി എന്ന് പറയുന്നത്. അടുത്തത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ റാബി വിളയുമായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണത്? 10 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ബാർലി ആൻഡ് പയറു വർഗ്ഗമാണ് കേട്ടോ. ഇന്ത്യയിലെ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? പശ്ചിമഘട്ടമാണ്. തിപായ് മുഗ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനാണ് തിപായ് മുഗ് ഡാം വന്നിട്ടുള്ളത്? ഓപ്ഷൻ എ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ആണ് കേട്ടോ. ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? 13 റൈറ്റ് ആൻസർ. ശക്തികാന്ത ദാസ് ആണ് കേട്ടോ. അടുത്തത് താഴെ പറയുന്ന നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ബി
ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നബാർഡ് രൂപീകരിക്കപ്പെട്ടു. എന്താണ് പ്രസ്താവന ശരിയാണല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരി തന്നെയാണ്. അടുത്തത് കൃഷിക്കും ഗ്രാമവികസനത്തിനും ഭാരത ദേശീയ ബാങ്കാണ്. ശരിയാണ്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ശരിയാണ്. 3 പ്രസ്താവനകളും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാന കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഉജ്ജീവനം പദ്ധതിയാണ് കേട്ടോ. ഉജ്ജീവനം പദ്ധതിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഗോൾഡൻ റെവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഏത് വിപ്ലവം ബന്ധപ്പെട്ട്? സുവർണ വിപ്ലവം 16 ഓപ്ഷൻ ഡി ഹോർട്ടിക്കൾച്ചറാണ് കേട്ടോ. ഹോർട്ടിക്കൾച്ചറാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് 18 റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ PC മഹനോബീസ് ആണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ധനബില്ലിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ 109 ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് കേട്ടോ. അതായത് മായം ചേർക്കലും തൊഴിലുമാണ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല ചോദിച്ചേക്കുന്നത് 21 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2 ആണ്. ഏതാണ്? 2 ആണ്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ടാണ്. 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത് ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. ആരാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ് കേട്ടോ. PK തുങ്കൻ കമ്മിറ്റിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ്? ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, ക്യോവാറൻ്റ്, സർഷ്യറ്റി ഒക്കെ എന്താണ് കൊടുക്കാൻ കഴിയുന്ന ഉത്തരവുകളാണ്. താഴെ കൊടുത്ത നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്നത് ചോദിച്ചേക്കുന്നത് ഏതാണ്? ഈ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്നത് അന്തർദേശീയ സമാധാന സുരക്ഷിതത്വവും അതുപോലെ തന്നെ പാരിസ്ഥിതിക സംരക്ഷണം. ഇതാണ് നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുക. 2ഉം 4ഉമാണ് റൈറ്റ് ആൻസർ. സ്വത്തവകാശത്തെ മൗലിക അവകാശം കൊണ്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് ഭേദഗതിയാണ്? ഓപ്ഷൻ ബി 44-ാം ഭേദഗതിയാണ് അല്ലേ? 44-ാം ഭേദഗതിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം ആവിഷ്കരിച്ച് 2019 ഓഗസ്റ്റ് 5-നാണ്. കേരളത്തിലെ 14-ാം പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത് 2022-27 ആണ്. കേരളത്തിലെ പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി കുടുംബശ്രീ ആണ് കേട്ടോ. അല്ലാത്ത കുടുംബശ്രീയാണ്. താലോലം, സ്നേഹപൂർവ്വം, ശ്രുതി തരംഗം ഒക്കെ എന്താണ്? അതിൽ പെടുന്നതാണ്. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 243-ഉം 2ഉം വയ്യുമാണ് അതിനകത്ത് ഉൾപ്പെടുന്നതായിട്ട് വരിക. 30 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിൽ തൊഴിലുറപ്പുകാർക്ക് ഒരു ദിവസത്തെ കൂലി ഉണ്ടാകുന്ന വർധനവ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ 22 രൂപയാണ് കേട്ടോ. 22 രൂപയാണ്. ഇനി പട്ടിക 1 പട്ടിക 2 എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. 32 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാൻ മുൻകൂർ യോഗ്യതയോട് കൂടെ അംഗീകരിച്ചത്? ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് അംഗീകരിക്കപ്പെട്ടത്? മലേറിയ ആണ് കേട്ടോ. മലേറിയ. താഴെ കൊടുത്തിരിക്കുന്ന അവകാശവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ചോ ശരിയായ ഓപ്ഷൻ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 34
അവകാശവാദം. ഹൃദയമിടിപ്പ് നിൽക്കുമ്പോൾ അത് ഹൃദയസ്തംഭം എന്നറിയപ്പെടുന്നു. കാരണം ഹൃദയം സ്തംഭം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. അവകാശവാദവും കാരണവും ശരിയാണ്. കൂടാതെ അവകാശവാദത്തിൻ്റെ ശരിയായ വിശദീകരണമാണ് കാരണം. അവകാശവാദവും കാരണവും ശരിയാണ്, പക്ഷേ അവകാശവാദത്തിന് ശരിയായ വിശദീകരണമല്ല കാരണം. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. വാദവും കാരണവും തെറ്റാണ്. അപ്പോൾ ശരിക്കും വായിച്ചിട്ട് കൺഫ്യൂഷൻ ആവണൊരു ചോദ്യം അല്ലേ. ഇവിടെ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? 34 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. വാദം ശരിയാണ്, കാരണം തെറ്റാണ് എന്നുള്ളതാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബറിയെ സംബന്ധിക്കുന്ന ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ് ബെറിബറിയെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള ഓപ്ഷനായിട്ട് വരിക? B2 വൈറ്റമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ശരിയാണോ? തെറ്റാണല്ലേ, പ്രസ്താവന തെറ്റാണ്. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. പ്രസ്താവന ശരിയാണ്. ശിശുക്കളുടെ ചെറിയ കുട്ടികളിലും പോഷകാഹാരം വൈകല്യം. ശരിയാണ്. ഈ രോഗം കൂടുതലുള്ള മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കേട്ടോ. ഈ രോഗം കൂടുതൽ രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തിയതായി കൺവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷ്യങ്ങൾ. പ്രസ്താവന ശരിയാണ്. 2, 4, 5 പ്രസ്താവനകൾ ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വച്ചിട്ടാണ്? എവിടെ വച്ചിട്ടാണ് നടന്നത്? UAE വെച്ചിട്ടാണ്. UAE വെച്ചിട്ടാണ് നടന്നത് കേട്ടോ. ടി ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കൽ പ്രധാന പങ്കുവഹിക്കുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. 37 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥിയാണ് കേട്ടോ. ഓപ്ഷൻ ബി തൈമസ് ഗ്രന്ഥിയാണ് റൈറ്റ് ആൻസർ. ഏത് താപനിലയിൽ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത്? ഏതിനകത്താണ്? ഓപ്ഷൻ ബി -40 ഡിഗ്രിയാണ്. -40 ഡിഗ്രി. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം ഏതാണ്? ഓപ്ഷൻ സി പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് അനുപാതികമാണ് എന്നുള്ളതാണ്. പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് അനുപാതികമാണ് എന്നുള്ളതാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ എന്തിനാണ് മാറ്റമില്ലാത്തത്? ഏതിനാണ് മാറ്റമില്ലാത്തത്? ഓപ്ഷൻ എ ആവർത്തിക്കാണ് മാറ്റമില്ലാത്തത്. ഏതിനാണ് ആ മാറ്റമില്ലാത്തത്? ആവർത്തിക്കാണ് മാറ്റമില്ലാത്തത്. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? എയും സിയുമാണ്. ഓക്സിജൻ ആൻഡ് സൾഫറിൻ്റെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അക്കോർജിയ എന്തിൻ്റെ ഒരു മിശ്രിതമാണ്? ഏതിൻ്റെയാണ്? സിയുടെ മിശ്രിതമാണ് കേട്ടോ. ഓപ്ഷൻ സിയുടെ മിശ്രിതമാണ്. അടുത്തത്, വാഷി സോറുടെ രാസസൂത്രവാക്യം ഡാഷ് ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ഏതാണ് ലോഹം? അപ്പോൾ 44ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് ലോഹം? 44 അലുമിനിയമാണ് കേട്ടോ. അലുമിനിയമാണ് റൈറ്റ് ആൻസർ. ദ്രവ്യത്തിൻ്റെ ആറ്റോമിക് സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചതാര്? ദ്രവ്യത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചതാര് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ആരാണ് ആദ്യത്തെ ആഫ്രിക്കൻ വനിത സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയിട്ടുള്ള? വാങ്കരി മാതായിയാണ് കേട്ടോ. ദ സിറ്റാൻഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? 47 റൈറ്റ് ആൻസർ AJ ക്രോണിനാണ് കേട്ടോ. അടുത്തത്, കേരളത്തിലെ ഏതു ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അമല മിക്കിളി? കേരളത്തിൽ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലമാക്കിളി? ഏത് കലാരൂപമാണ്? 48 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി കാസർഗോഡാണ് കേട്ടോ കണ്ടുവരുന്നത്. അടുത്ത ചോദ്യം, സൂക്ഷിച്ചു നോക്കേണ്ട കവിത എന്നത് എന്തുകൊണ്ട് ഭൂമിയിൽ എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? ആരാണ്? 49 ഓപ്ഷൻ ബി കുഞ്ഞിരാമൻ നായരാണ് കേട്ടോ. പി കുഞ്ഞിരാമൻ
പി കുഞ്ഞിരാമൻ നായരാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ വരിക. 2023 പുറത്തിറങ്ങിയ ദ കവൻ ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? 50 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ, എബ്രഹാം വർഗീസ് ആണ്. ഇനി 51ാമത്തെ ചോദ്യത്തിന് റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണേ. 51 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 52 ഓപ്ഷൻ എ ആണേ. 53 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. 54 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 55 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ സി ആണ്. 56 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. 57 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആണ്. 58 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 59 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 60 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ സി ആണ്. 61 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 62 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ സി ആണ്. 63 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 64 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. 65 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 66 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. 67 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. 68 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 69 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 70 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 71 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 72 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. 73 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 74 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 75 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. 76 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. 77 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 78 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. 79 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. 80 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, സെൻട്രൽ ജയിലാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ്? ഓപ്ഷൻ സി തവനൂരാണ്. സെൻട്രൽ ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ട് മാന്യമായി തസ്തിക ഏതാണ്? ഓപ്ഷൻ ബി വനിതാ ജയിൽ സൂപ്രണ്ടാണ്. നെട്ടുകാൽ തെരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം? ഓപ്ഷൻ ബി 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ജില്ല? 85 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് കേട്ടോ. 86 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. കേരള ജയിൽ വകുപ്പിൽ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരെ എന്നാണ് ചോദിച്ചേക്കുന്നത്. 86 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2005 വിവരാവകാശ നിയമത്തിൽ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത്? 87 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വിജിലൻസ് ആണ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണ്? ഓപ്ഷൻ സി 30 ദിവസമാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ്? വിവരം പരസ്യപ്പെടുത്തേണ്ടത് കോടതി വിധിയുള്ളവ. മുഖ്യ വിവരാവകാശ കമ്മീഷനെയും വിവരാവകാശ കമ്മീഷന്മാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണ് ഉൾപ്പെടാത്തത്? വൈസ് പ്രസിഡൻ്റാണ് ഉൾപ്പെടാത്തത്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ് അധ്യക്ഷ പദവി വഹിക്കുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 2(1)(c) എന്ന വകുപ്പാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ് രേഖ?
അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രികയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് 3 വർഷ കാലയളവും പുനർനിയമന യോഗ്യതയുമുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? വില്യം വൂണ്ട്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. താഴെ പറയുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം ഏത്? ഓപ്ഷൻ എ ആണ്